I worked hard last night. I hardly worked last night. ഈ രണ്ട് സെൻറ്റൻസുകളിൽ ഏതാണ് കറക്റ്റ്? ഈ രണ്ട് സെൻറ്റൻസുകളിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ് എന്നാണ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ്ലി എന്നാണ്. ഈ രണ്ട് സെൻറ്റൻസുകളും കറക്റ്റ് തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും മീനിങ് വളരെ ഡിഫറൻ്റ് ആണ്. ഇത് അറിയാതെ ഹാർഡ് ആൻഡ് ഹാർഡ്ലി ഇത് മാറി മാറി ഉപയോഗിച്ച് പലപ്പോഴും പലരും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഹാർഡ്ലി എവിടെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കാം. ഹാർഡ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ആഡ്വേർബ് ആയിട്ടും ഉപയോഗിക്കാം. ഹാർഡ് എന്നാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് പിടിച്ചത്. പിന്നെ നോട്ട് സോഫ്റ്റ് എന്ന മീനിങ് ഉണ്ട്. സോഫ്റ്റ് അല്ലാത്തത്, മൃദുവല്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള മീനിങ്ങിലാണ് അത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ടെസ്റ്റ് ഈസ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നു. ദിസ് ടെസ്റ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ്, ബുദ്ധിമുട്ട് പിടിച്ചതാണ്. ദിസ് ചെയർ ഈസ് ഹാർഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ചെയർ ഹാർഡാണ്, ഒട്ടും കംഫർട്ടബിൾ അല്ല നമുക്ക് ഇരിക്കാൻ. നോട്ട് സോഫ്റ്റ്, മൃദുവല്ലാത്തത് എന്ന മീനിങ് ആണ് അവിടെ. ഇവിടെ രണ്ട് സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ് ആണ്. അത് അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാർഡ് എന്ന വാക്ക് നമുക്ക് ആഡ്വേർബ് ആയിട്ടും ഉപയോഗിക്കാം. ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ടും ഹാർഡ് ഉപയോഗിക്കാം. ഹീ വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഹീ വർക്ക്ഡ് എ ലോട്ട്. അവിടെ വർക്ക് എങ്ങനെ വർക്ക് ചെയ്തു? ഹാർഡായിട്ട് വർക്ക് ചെയ്തു, ഒരുപാട് എഫേർട്ട് എടുത്തു എന്നാണ്. അപ്പോൾ അവിടെ ആഡ്വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാർഡ്ലി എന്ന് ഉപയോഗിക്കുന്നത് എവിടെയാണ്? അത് ഒട്ടും ഇല്ല, ഓൾമോസ്റ്റ് നോട്ട്, ബെയർലി, വിരളമായിട്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഹാർഡ്ലി ഉപയോഗിക്കുന്നത്. ഹീ ഹാർഡ്ലി വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വർക്ക് ചെയ്തില്ല എന്ന് തന്നെയാണ്. അധികമൊന്നും വർക്ക് ചെയ്തില്ല, വളരെ കുറച്ച്, ഓൾമോസ്റ്റ് നോട്ട്. ഐ കുഡ് ഹാർഡ്ലി ഹിയർ ദ സ്പീക്കർ. സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ അതൊരു പ്രാസംഗികനാകാം. പറയുന്നത് ഐ കുഡ് ഹാർഡ്ലി ഹിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ കുഡിൻറ്റ് ഹിയർ എന്ന് തന്നെയാണ്. ഐ കുഡിൻറ്റ് ഹിയർ, ശരിയായിട്ട് ഒന്നും കേട്ടില്ല, വളരെ കുറച്ച്, ഓൾമോസ്റ്റ് നോട്ട്. ഹീ ഹാർഡ്ലി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ഡസൻറ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, കാര്യമായിട്ട് ഒന്നും കഴിക്കാറില്ല, പറയാൻ വേണ്ടും ഒന്നും ഇല്ല. ഷീ വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഷീ വർക്ക്സ് എ ലോട്ട്, അവൾ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട് എന്നാണ്. അതേസമയം ഷീ ഹാർഡ്ലി വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവൾ വർക്ക് ചെയ്യാറൊന്നുമില്ല എന്നർത്ഥമാണ്. രണ്ടിൻ്റെയും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഇവിടെ ഹാർഡ്ലി എന്ന് ഉപയോഗിച്ചിരിക്കുന്നതും ഹാർഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതും ഒരു സെൻറ്റൻസിൽ അതിൻ്റെ സ്ട്രക്ചർ തന്നെ വളരെ വ്യത്യാസമാണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ വ്യത്യാസമാണ്. ഷീ വർക്ക്സ് ഹാർഡ്, ഷീ ഹാർഡ്ലി വർക്ക്സ്. നോക്കൂ, വ്യത്യാസമില്ലേ? ഹാർഡും ഹാർഡ്ലി ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്ലേസ് തന്നെ ഡിഫറൻ്റ് ആണ്. ഐ ഹാർഡ്ലി ന്യൂ ഹിം എന്ന് പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് നോ ഹിം എന്ന് തന്നെയാണ്. അവനെ എനിക്ക് അറിയില്ലായിരുന്നു എന്നർത്ഥമാണ്. ഐ ഡിഡ്ന്റ് നോ ഹിം. ഷീ ഹാർഡ്ലി എവർ വാച്ചസ് ടി വി. ഷീ നെവർ വാച്ചസ് ടി വി എന്നാണ് അതിനർത്ഥം. ഷീ ഹാർഡ്ലി എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് ബെയർലി, ഓൾമോസ്റ്റ് നോട്ട് എന്ന മീനിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഹാർഡ് എന്ന് ഉപയോഗിക്കുമ്പോഴും ഹാർഡ്ലി എന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. നമുക്ക് ഇനി കുറച്ച് പ്രാക്ടീസ് നോക്കാം. Fill in the blanks with hard or hardly. I ever see her in the library. I hardly ever see her in the library. ഞാൻ അവളെ ലൈബ്രറിയിൽ കാണാറില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. She is working to finish her project. അവളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ അവൾ വളരെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ്.
to finish her project. The bed was and uncomfortable. The bed was hard and uncomfortable. ആ ബെഡ് ഒട്ടും സ്മൂത്തായിരുന്നില്ല, സുഖപ്രദമായിരുന്നും ഇല്ല. He ever speaks to me. അവൻ എന്നോട് സംസാരിക്കാറില്ല. He hardly ever speaks to me. Choose the correct word. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഹാർഡ് അല്ലെങ്കിൽ ഹാർഡ്ലി ഉപയോഗിക്കാം. ഐ നോ ഹിം. ഇവിടെ ഹാർഡാണോ ഹാർഡ്ലി ആണോ വേണ്ടത്? ഐ ഹാർഡ്ലി നോ ഹിം. അവനെ എനിക്കറിയില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഷീ ഈസ് വർക്കിംഗ് ഓൺ ഹെർ തീസിസ്. ഷീ ഈസ് ഹാർഡ്ലി വർക്കിംഗ് ഓൺ ഹെർ തീസിസ്. അവൾ അവളുടെ തീസീസിൽ വളരെ കുറച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഷീ ഈസ് വർക്കിംഗ് ഓൺ ഹെർ തീസിസ്. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ് ഓൺ ഹെർ തീസിസ്. അവൾ അവളുടെ തീസീസിൽ കഠിനമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് സെൻറ്റൻസിൻ്റെയും ഒരു ഡിഫറൻസ് നോക്കൂ. ഒരു സെൻറ്റൻസിൽ ഹാർഡ് ഉപയോഗിച്ചു, മറ്റേ സെൻറ്റൻസിൽ ഹാർഡ്ലി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീനിങ്, രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് വളരെ ഡിഫറൻ്റ് ആണ്. The music was so loud, I could hear you. മ്യൂസിക് വളരെ ഉച്ചത്തിലായിരുന്നു, എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിഞ്ഞില്ല. The music was so loud, I could hardly hear you. He slept last night because of the noise. ശബ്ദം കാരണം അവന് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. He hardly slept last night because of the noise. He studied for the exam and topped the class. അവൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു, ക്ലാസ്സിൽ ഒന്നാമനായി. ഇവിടെ വേണ്ടത് he studied hard. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.